അപ്പോൾ ഇന്ന് നമുക്ക് പൊറോട്ട വീട്ടിൽ തന്നെ ഉണ്ടാക്കാം കേട്ടോ. അത് എത്ര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് അതറിയാൻ പറ്റുള്ളൂ കേട്ടോ. ചെറിയതാണെങ്കിലും ഉണ്ടല്ലോ ടേസ്റ്റ് അടിപൊളിയാണ് കേട്ടോ. ഒന്നാമത് നമ്മൾ ഇതിലേക്ക് ചോറ് കൂട്ടിയതുകൊണ്ടാണ് കേട്ടോ. ചോറ്, മൈദ, മുട്ട ഇത്രയും സംഭവങ്ങളാവുകൊണ്ടാണ് ഇത്രയും ടേസ്റ്റ് വരുന്നത് കേട്ടോ. നമ്മൾ ഹോട്ടലത്തെ പോലെ ഒന്നല്ല, അതിലേറെ ടേസ്റ്റ്, വെറുതെ കഴിക്കാൻ പോലും ടേസ്റ്റാണ്. പിന്നെ ഇത് ചെറുതാണ് നോക്കണ്ട കേട്ടോ, അത് വലുതാക്കിയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഞാനിങ്ങനെ ചെറിയ പൊറോട്ട ആക്കിയിട്ട് ഉണ്ടാക്കിയേക്കാം കേട്ടോ. എനിക്ക് അതാണ് ഒരു ഉണ്ടാവും, കാണാൻ തന്നെ ഒരു ഭംഗിയില്ലേ, പിന്നെ നല്ല കഴിക്കാനും അതുപോലെ തന്നെ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പം ഞാൻ ചോറ് എടുത്തിട്ടുണ്ട് കേട്ടോ. തലേ ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ചോറാണേ. ഞാൻ രാവിലെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തലേന്ന് വെള്ളം ഒഴിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ചോറ് എടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി വൈകുന്നേരം ഉച്ചയ്ക്ക് എപ്പോൾ ഉണ്ടാക്കുകയാണെങ്കിൽ സാധാ ചോറ് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു പാത്രത്തിന് എൻ്റെ അളവ് കേട്ടോ, അത് ഫുള്ളില്ല, ഒരു 1/4. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇതൊരു മിക്സിയുടെ ജാർക്ക് ഇട്ടിട്ട് ഒരു മുട്ടയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ പാകത്തിന് ഉപ്പ്, ഈ ചോറുക്കുള്ള ഉപ്പ് മാത്രം ഇട്ടാൽ മതി കേട്ടോ. പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ആ ഒരു ചോറ് ഇങ്ങനെ മുകളിൽ കണ്ടോ ഇതുപോലെ നിൽക്കുന്ന ആ ഒരു ടൈപ്പിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ നന്നായിട്ട് അരഞ്ഞ് കിട്ടില്ല. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ തിക്കായിട്ട് വേണം കേട്ടോ കിട്ടാൻ. അപ്പം ഞാനിതാ ഇത് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു മിക്സിത്തെ ഫുൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മൈദയാണ് കേട്ടോ. അതാ ഇതുപോലെ ഞാൻ ചോറെടുത്തില്ലേ അത്രയും മൈദ ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ആ ഒരു ചോറെടുത്ത ആ ഒരു അളവ് തന്നെയാണ് വെള്ളവും മൈദയും ചോറും ഒക്കെ ഒരേ അളവാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി മൈദയിലേക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. നേരത്തെ നമ്മൾ ചോറിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് വേണം മൈദയ്ക്കുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇതിലൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ കണ്ടോ, ഇനി വെള്ളം നമുക്ക് ആവശ്യമായിട്ട് വരില്ല, മൈദ ആവശ്യമായിട്ട് വരുള്ളൂ. നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം കേട്ടോ. ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് കുറച്ച് മൈദ ഇട്ടിട്ട് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഇത് കണ്ടില്ല, എൻ്റെ കയ്യിലൊക്കെ നന്നായിട്ട് കണ്ടോ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ മൈദയുടെ ആവശ്യമുണ്ട് കണ്ടോ. എന്നാൽ നന്നായിട്ട് ആ ഒരു അടിഭാഗത്തെ മൈദയൊക്കെ കൂട്ടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പം ഞാൻ കുറച്ചും കൂടെ മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് കണ്ടോ. 2 ടേബിൾ സ്പൂണാണ് കേട്ടോ പിന്നെ ഇട്ട് കൊടുക്കുന്നത്. അതിട്ട് കൊടുത്തിട്ട് വീണ്ടും ഞാനൊന്നും കൂടെ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാലോ, നമ്മളെ ഈ ഒരു പൊറോട്ടയൊക്കെ ആണെങ്കിലും അധികം ഇങ്ങനെ തിക്കായിട്ട് നിൽക്കുന്ന ആ ഒരു ഇത് വേണ്ട കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് മൈദ ഇട്ടിട്ട് ഇങ്ങനെ ചെയ്യാം. ഞാൻ പിന്നെ 2 ടേബിൾ സ്പൂണും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ഇല്ല, ഇതുപോലെ 1 ടേബിൾ സ്പൂൺ ഇട്ടിട്ടൊന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ പാകമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ 3 ടേബിൾ സ്പൂൺ അതിൽ അധികം മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ആദ്യം ഫുള്ളായിട്ട് മൈദ നമ്മൾ ഇതും കൂടെ ആദ്യം ഇട്ട് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് സൺഫ്ലവർ ഓയിൽ കയ്യിലെടുത്തിട്ട് നന്നായിട്ടൊന്ന് മുകളിലൊക്കെ ഒന്ന് ആക്കിയിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ സമയം ഉണ്ടെങ്കിൽ മാത്രം വെച്ച് കൊടുത്താൽ മതി കേട്ടോ, ഇല്ലെങ്കിൽ വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ എന്തായാലും ഒരു 10 മിനിറ്റ് ഇതുപോലെ ഒന്നും കൂടെ ഒന്ന് ആക്കിയിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലേക്ക് ആകുമ്പോൾ നമ്മൾ നല്ല തിരക്കിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ റെസ്റ്റ് ചെയ്യാൻ സമയമില്ലെങ്കിൽ ഇതുപോലെ ഇപ്പം തന്നെ ആക്കി എടുത്തുകൊണ്ട് ഇത് ഒന്ന് പരത്തിയിട്ടൊക്കെ ഞാൻ അടുത്ത ചെയ്യുന്ന പോലെ പെട്ടെന്ന് തന്നെ ചെയ്തെടുത്തുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാനിതാ ഇതുപോലെ ഒന്നും കൂടെ ഒന്ന് ഇതാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. 10 മിനിറ്റ് മാത്രമേ ഉള്ളൂ ഞാൻ വെച്ചിട്ട്. എന്നിട്ട് ഇതുപോലെ ഒരു മാറ്റിക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെയാണെങ്കിൽ ഉണ്ടല്ലോ കണ്ടില്ലേ, ഇതുപോലെയാണെങ്കിൽ നമ്മളെ മൈദ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് കുഴഞ്ഞ് കിട്ടും കേട്ടോ. അല്ലാതെ അങ്ങനെ സാധാ പോലെ ചെയ്യരുത്, ഇതുപോലെ വലിച്ച് നീട്ടി വലിച്ചിട്ട് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ കുറച്ച് സമയത്ത് പിടിയും വലിക്കൊടുവിൽ കണ്ടോ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് 2 പീസാക്കിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഒട്ടലൊക്കെ ഉണ്ടാവും, അത് പ്രശ്നമാക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കുറച്ച് പൊടി ഇട്ടിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുക കണ്ടോ. ഇതുപോലെ 2 പീസാക്കിയിട്ട് എടുക്കാം. ഇനി ഈ ഒരു പീസിന് നമുക്ക് എന്താട്ടാ ആദ്യത്തെ അതുപോലെ കുറച്ച് പൊടി ഇട്ടിട്ട് നല്ല നീളത്തിൽ എത്രത്തോളം നിങ്ങൾക്ക് നീട്ടിയിട്ടും വീതി കൂട്ടിയിട്ടും പരത്താൻ കഴിയോ അത്രയും പരത്തി എടുത്തുകൊണ്ടിട്ടോ കണ്ടോ. ഇതുപോലെ കുറച്ച് പൊടി താഴെ മുകളിലൊക്കെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കാം. ഞാൻ കാണിച്ചു തരട്ടെ ഞാൻ എത്രയും നീളം ആക്കിയിട്ടുള്ളതെന്ന്. ഇതെന്താ വെച്ചാൽ ലെയർ കിട്ടാൻ വേണ്ടിയിട്ട്, നമ്മളെ പൊറോട്ടയ്ക്ക് ലെയർ കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ ഇത്രയും വലുതാക്കി എടുക്കുന്നത് കണ്ട. ഇതുപോലെ നീട്ടിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് പൊടി ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് മറിച്ചിട്ടിട്ട് ഒന്നും കൂടെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അവസാനം ഇത് അത്രയും വലുതാക്കി എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് സൺഫ്ലവർ ഓയിൽ ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ട് കുറച്ച് മൈദപ്പൊടിയും കൂടെ ഇട്ടിട്ട് ഒന്നിങ്ങനെ തൂത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതുപോലെ ചെയ്തെടുത്തോണ്ടു. ഇതുപോലെ കണ്ടില്ലേ, ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്നാക്കിയിട്ട് ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. കാരണം നമ്മളിങ്ങനെ മടക്കി എടുക്കുമ്പോൾ അത് പെട്ടെന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇനി കണ്ടില്ലേ, ഇതുപോലെ കണ്ടോ, ഇതുപോലെ നമുക്കിതൊന്ന് മടക്കിയെടുക്കാം കണ്ടോ. ഇതുപോലെ ചുരുട്ടി എടുക്കുക കേട്ടോ. അപ്പോൾ എത്ര ചുരുട്ട് വരുന്നുണ്ടോ അതിനനുസരിച്ചിട്ട് നമ്മുടെ പൊറോട്ടയ്ക്കുള്ള ആ ഒരു ലെയറും കൂടെ കൂടി വരും കേട്ടോ കണ്ടോ.
ഇതുപോലെ ആക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതിനെ ചെറുതോ വലുതോ നിങ്ങൾക്ക് എത്ര വലിപ്പമുള്ള പൊറോട്ട വേണ്ടത് അതിനനുസരിച്ചിട്ട് ആക്കിയെടുക്കാം കേട്ടോ. അപ്പം ഞാൻ ചെറിയ കണ്ടില്ലേ എൻ്റെത് ചെറിയ പൊറോട്ട കേട്ടോ. അപ്പം അതുപോലെ ഞാൻ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേറെ കുറച്ചും കൂടെ ആക്കുകയാണെങ്കിൽ നമുക്ക് വലിയ പൊറോട്ടനെ കിട്ടും. അപ്പം അത് അങ്ങനെ വേണ്ടാന്ന് വിചാരിച്ചിട്ടോ ഞാൻ ചെറുതാക്കി എടുത്തിട്ടുള്ളത്. അപ്പം അത് നിങ്ങളെ ഇഷ്ടം കേട്ടോ, വലുതും ചെറുതൊക്കെ കട ഇതുപോലെ മുറിച്ചെടുക്കുക. അപ്പം നമുക്ക് ഒന്നിൽ നിന്ന് തന്നെ നമുക്ക് കുറച്ച് അധികം തന്നെ കിട്ടും കേട്ടോ. കണ്ടോ, ഇനി കുറച്ച് എണ്ണ കയ്യിലാക്കിയിട്ട് ഇത്രയും ചെയ്ത് കൊടുക്കാനുള്ളൂ. കണ്ടില്ലേ, ഇനി ഇതുണ്ടല്ലോ നമ്മൾ ഒരു പാത്രത്തിൽ എണ്ണ തടവിട്ട് എല്ലാം ഇതുപോലെ ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുക. കണ്ടോ, ഇപ്പം കണ്ടില്ല നിങ്ങൾ അതിൻ്റെ ഒരു ലെയർ കാണുന്നില്ല, അതാണ് നമ്മൾ ആ ഒരു ഇങ്ങനെ ചുരുട്ടിയെടുക്കുമ്പോൾ കാണുന്നത്. കണ്ടോ, ഇതുപോലെ ലെയറാക്കി കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇത് കണ്ട് എത്രയാണ് എനിക്ക് ആ ഒരു ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് കേട്ടോ. 11 പീസ് കിട്ടിയിട്ടുണ്ട് ആ ഒരു ഇതിന്ന്. പിന്നെ അതേപോലെ മറ്റേന്നും 11 പീസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം അത്രയും പൊറാട്ടയാണ് നമുക്ക് ഈ ഒരു മാവ് കൊണ്ട് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഞാനിത് രണ്ടാമത്തത് ആക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ആളുകളൊക്കെ മാറുന്നുണ്ട് കേട്ടോ നമ്മൾ, കാരണം ഇതെല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റാണ് ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാനും ചുട്ടെടുക്കാനൊക്കെ കേട്ടോ. അപ്പോൾ ഇതാ ഇതിൽ കുറച്ചും കൂടി ഇട്ട് ബാക്കി ഇതാ ഇതിലും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പം നന്നായിട്ട് തന്നെ എണ്ണ ആക്കിയിട്ട് വെക്കണം കേട്ടോ. ഇനി ഓരോന്നെടുത്തിട്ട് ഇതാ ഇത്ര ആക്കി എടുക്കാനുള്ളൂ, നമുക്ക് വീശിയടിക്കേ ഒന്നും വേണ്ട. കണ്ടോ, കൈ വെച്ചിട്ട് ഇതുപോലെ ആക്കിയെടുക്കാം. അപ്പോൾ അതാണ് വലിയ പീസാകുമ്പോൾ വലിയ പൊറോട്ട ആയിരിക്കും. ഇനിയിപ്പോൾ ഒരു പാൻ വെച്ചിട്ട് ഇത്തിരി എണ്ണ ആക്കിയിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ചെറിയ തീയിൽ മറിച്ചും തിരിച്ചെടുത്തിട്ട് നമുക്ക് ചുട്ടെടുക്കാം. കണ്ടോ, ഞാൻ ഒന്ന് ഇതാക്കിയെടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ ഇതെന്താ ഇപ്പോൾ ഇത് പൊറോട്ട ആയോ തോന്നും. അപ്പം ഞാൻ ബാക്കിയും കൂടെ കാണിച്ചു തരാം. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം കേട്ടോ നമ്മളിത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ ഉള്ളൊന്നും വെന്ത് കിട്ടില്ല. അപ്പം 4 എണ്ണൊക്കെ ആകുമ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ. നന്നായിട്ട് തന്നെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ആ ഒരു ചൂടാറുന്നതിന് മുന്നേ തന്നെ ചെയ്തെടുക്കണം കേട്ടോ, തണുത്താൽ പിന്നെ ആയി കിട്ടൂല. കണ്ടോ, ഞാൻ നന്നായിട്ട് തന്നെ ആക്കിയിട്ട് കുറേയൊക്കെ പൊടിഞ്ഞു പോയിട്ടുണ്ട്, അത്രയും ദമ്മിലൊക്കെ ആക്കിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ലെയറുണ്ട്, നല്ല അടിപൊളിയാണ് കേട്ടോ. ഇതുപോലെ ഞാൻ ഫുള്ളായിട്ട് 4 അല്ലെങ്കിൽ 5 ഒക്കെ വെക്കുമ്പം ഇങ്ങനെ അടിച്ചെടുത്ത് കേട്ടോ. അതുപോലെ നിങ്ങളും ചെയ്യണം. പിന്നെ ഞാൻ ഇതിലേക്ക് മുട്ടക്കറി, ഞാൻ എൻ്റെ ഒരു ഹോട്ടലത്തെ ഒരു മുട്ടക്കറിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടല്ലോ, ആ ഒരു മുട്ടക്കറി ഇതിലേക്ക് എടുക്കുന്നത്. ഏത് കറിയും പറ്റും. അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ട് ഞാൻ ചുട്ട് അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, നമ്മളെ പൊറോട്ട നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പൊറോട്ടയൊക്കെ മാറി നിൽക്കും കേട്ടോ. ചോറ് കൊണ്ട് ഉണ്ടാക്കിയ പൊറോട്ടയാണ്, അത് പ്രത്യേകം പറയണമല്ലോ. അപ്പം ഞാൻ ഫുള്ളായിട്ട് ആക്കിയിട്ടുണ്ട്. ഇതിൽ കുറച്ച് എണ്ണയൊക്കെ കുറവാണ് കേട്ടോ. കുട്ടികൾ കഴിച്ചിട്ടുണ്ട്, 6 പീസറ്റ് അവരെടുത്ത് കഴിച്ചിട്ടുണ്ട് കേട്ടോ കറിയായപ്പം. കാരണം രാവിലെ ഒക്കെ തിരക്കാണല്ലോ, അപ്പോൾ അതുകൊണ്ടാണേ. അപ്പോൾ നമ്മളെ അടിപൊളിയായിട്ടുള്ള പൊറോട്ട നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.